ട്രാക്കിൽ മരം വീണ് പണി കിട്ടി ഗൈസ്. ഹേ ഗൈസ്, കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ അനിയൻ ചെക്കൻ പഠിക്കാനായി എറണാകുളത്ത് പോയാണ്. അപ്പോൾ അവന് കൂട്ടുപോയാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ ഞാൻ മാത്രമല്ല, നമ്മുടെ അഭയൻ എന്ന അപരനാമത്തിലുള്ള നമ്മുടെ ചങ്ക് കൂട്ടുകാരൻ മനു ഉണ്ട്. അങ്ങനെ 2:30 വരേണ്ട കേരള എക്സ്പ്രസ് ആണ് 15 മിനിറ്റാണ് ഡിലേ ആയിരിക്കുന്നത്. ട്രെയിൻ വൈകുന്നതോറും ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. അങ്ങനെ അവസാനം ട്രെയിൻ വന്നിരിക്കുകയാണ്. അങ്ങനെ ഉന്തിയും തള്ളിയും ട്രെയിനകത്ത് കയറി കഴിഞ്ഞപ്പോഴോ ട്രെയിനിലാണെങ്കിൽ സൂചി കുത്താൻ പോലും സ്ഥലമില്ല, അതുപോലെ ആളായിരുന്നു. തിരക്ക് കൂടുതലായതുകൊണ്ട് മനു നേരെ അപ്പുറത്തെ കമ്പാർട്ട്മെന്റിലാണ് കയറിയത്. അങ്ങനെ ഏകദേശം ഒരു 4:30 കൂടി നമ്മൾ എറണാകുളം നോർത്തിൽ വന്നിരിക്കുകയാണ്. ബാഗ് 2-3 എണ്ണം ഉള്ളത് കൊണ്ട് നമ്മൾ 5 മിനിറ്റ് നടക്കാനുള്ള സ്ഥലത്ത് നമ്മൾ ഒരു ഓട്ടോ വിളിച്ചിട്ടുണ്ട്. ഓട്ടോ ചേട്ടനാണെങ്കിൽ വെറും ഒരു 60 രൂപയാണ് വാങ്ങിയിരിക്കുന്നത്. ശുഭം. അങ്ങനെ ഗൈസ്, നമ്മൾ നമ്മുടെ അവസാനത്തെ ലക്ഷ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഹോസ്റ്റലിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ഇന്ന് മുതൽ സുബിന്റെ മാളിക. 3-ാം നിലയിലാണ് റൂം കേട്ടോ. അതുകൊണ്ട് കയറി ഇറങ്ങി ഒരു പരുവാകും. അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ സോമനി വില്ലാസ് ആൻഡ് ഹോസ്റ്റൽസ് ആണ് കേട്ടോ. അങ്ങനെ അവൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഒരു ചായക്കുടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. നല്ല മഴയായിരുന്നു. നമ്മൾ പാലരുവയ്ക്കാണ് ട്രെയിൻ ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ മനു നന്മവരായിരിക്കുകയാണ്. കാല് വയ്യാത്ത ഒരു അപ്പൂപ്പന് പെട്ടി താഴെ എത്തിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മഴ സമയത്ത് എങ്ങും ചായ കുടിക്കാൻ നിർത്താതെ നമ്മുടെ ട്രെയിൻ നമ്മുടെ അടുത്തേക്ക് തന്നെ ഓടിയെത്തിയിരിക്കുകയാണ്. എന്തോ ഭാഗ്യത്തിന് സീറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ പതിവ് പോലെ എല്ലാവരും മൊബൈലിൽ തന്നെയാണ്. കുറച്ച് കഴിഞ്ഞ് നമ്മളെ പിടിച്ചിട്ടുണ്ടല്ലോ, നമ്മളെ കളിയായിക്കൊണ്ട് വന്ദേ ഭാരത് ചൂളം പിടിച്ചൊരു ഒറ്റ പോക്കങ്ങ് പോയി. പോട്ടെ, നമ്മുടെ പയ്യനല്ലേ വിട്ടേക്കുന്നത്. അങ്ങനെ ഇരിക്കെ തിരുവല്ല എത്തിയപ്പോഴാണ് നമുക്ക് നല്ലൊരു മുട്ടം പണി കിട്ടിയിരിക്കുന്നത്. ട്രാക്കിലും മരം വീണു. നല്ല മഴയായതുകൊണ്ട് മരം വീണിരിക്കുകയാണ്. 9 മണിക്ക് ചെങ്ങന്നൂർ വരേണ്ടതാണ്. 10 മണിയായിട്ടും തിരുവല്ല തന്നെ കിടക്കണം. അങ്ങനെ ഇരിക്കെ നമ്മുടെ മനുചേട്ടനെ വിളിച്ചു. മനുചേട്ടൻ കാറും കൊണ്ട് നേരെ വിളിക്കാൻ വന്നു. അങ്ങനെ കല്ലിശ്ശേരി എത്തി എല്ലാവർക്കും കഴിക്കാൻ വാങ്ങിച്ചു കൊടുത്തു. കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. എൻ്റെ ബൈക്ക് അവിടെ ആയിരുന്നത്. ഞാൻ എൻ്റെ ബൈക്കും എടുത്തു. അവർ നേരെ വീട്ടിലേക്കും പോയി. അങ്ങനെ എൻ്റെ ഇന്നത്തെ യാത്ര അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.